സിനിമയിലെ സൂപ്പർ ഹീറോസിനെ മാതൃകയാക്കുന്ന വലിയൊരു സമൂഹം ഇന്ന് ഈ ലോകത്തുണ്ട്. ആ എണ്ണം പരിശോധിച്ചാൽ അതിൽ ഭൂരിഭാഗം കുട്ടികളായിരിക്കും. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ഒരിക്കലും പ്രായോഗികമാകാത്ത പലതുമാണ് സിനിമയിലെ സൂപ്പർ ഹീറോസ് ചെയ്യുന്നത്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിലും സൂപ്പർ ഹീറോസ് ഉണ്ട്. അവർക്കൊന്നും പലപ്പോഴും വലിയ സ്വീകാര്യത ലഭിക്കാറില്ല. അത്തരത്തിൽ ഒരു കൊച്ചു സൂപ്പർ ഹീറോയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ജനുവരി 31 സംഭവം. ഫിലാഡൽഫിയയിൽ ഒരു കുട്ടി ഉൾപ്പെടെ 6 പേരുമായാണ് മെഡിക്കൽ ഇവാക്വേഷൻ വിമാനം യാത്ര തിരിച്ചത്. എന്നാൽ രാജ്യത്തെ ഒരു ഷോപ്പിംഗ് സെന്ററിന് സമീപം ഈ വിമാനം അപ്രതീക്ഷിതമായി തകർന്നു വീണു. അപകടത്തിൽ 7 പേർ മരിക്കുകയും 20-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ വലിയ അപകടത്തിനിടയിൽ ആന്ദ്രേ ഹോവാർഡ് എന്ന കൊച്ചു ബാലൻ ചെയ്തതിനെ അത്ഭുതമെന്നും സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ നടത്തിയ ഒരു പ്രവൃത്തിയെന്നുമെല്ലാം വിശേഷിപ്പിക്കാം. അന്ന് ആന്ദ്രയും സഹോദരിയും ക്ലാസ് കഴിഞ്ഞ് പിതാവിനൊപ്പം മടങ്ങുന്നതിനിടെയാണ് പെട്ടെന്ന് ഈ അപകടമുണ്ടാകുന്നത്. തകർന്നു വീണ വിമാനത്തിൻ്റെയും മറ്റ് കെട്ടിടാവശിഷ്ടങ്ങളും വലിയൊരു പൊട്ടിത്തെറിയോടുകൂടി ചുറ്റും ചിതറിത്തെറിച്ചു. ആകാശം മൂടുന്ന രീതിയിലുള്ള ഒരു അഗ്നിഗോളവും ഞങ്ങൾ കണ്ടു എന്നും ആന്ദ്രയുടെ പിതാവ് വെളിപ്പെടുത്തി. വലിയ പരിഭ്രാന്തിയുടെ നിമിഷമായിരുന്നു അത്. ആന്ദ്രേ സഞ്ചരിച്ച വാഹനത്തിന് മുകളിലും വലിയ മഴ പോലെ അവശിഷ്ടങ്ങൾ വന്നു പതിച്ചപ്പോൾ വാഹനത്തിലുണ്ടായിരുന്ന ആന്ദ്രയുടെ 4 വയസ്സുള്ള സഹോദരി ഭയപ്പെട്ടു. ഈ നിമിഷം ആന്ദ്രേ സ്വയം ഒരു കവചമായി മാറി അവളെ പൊതിഞ്ഞു പിടിച്ചു. പിതാവ് സീറ്റിന് പിന്നിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച സഹോദരിയെ പൊതിഞ്ഞു പിടിച്ച ആന്ദ്രയെയായിരുന്നു. ഒരു ലോഹക്കഷ്ണം അവൻ്റെ ശിരസിൽ പതിച്ചതുകൊണ്ട് തന്നെ അബോധാവസ്ഥയിലായെങ്കിലും സഹോദരിക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ അവൻ പൊതിഞ്ഞു പിടിക്കുകയായിരുന്നു. ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ ആന്ദ്രയെ പ്രവേശിപ്പിച്ചെങ്കിലും അത്ര ശുഭകരമായ വാക്കുകളല്ലായിരുന്നു ഡോക്ടർമാരിൽ നിന്നും കുടുംബത്തിന് ലഭിച്ചത്. മുറിവ് അല്പം സങ്കീർണമാണെന്നും ഓപ്പറേഷൻ നടത്തണമെന്നും ഒരുപക്ഷെ ഓപ്പറേഷന് ശേഷം ഇനി ഒരിക്കലും രോഗി നടക്കില്ല എന്ന അപകട സാധ്യതകളെക്കുറിച്ചും അവർ പറയുകയുണ്ടായി. എന്നാൽ ദൈവാനുഗ്രഹത്താൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിക്കാനും ഡോക്ടർമാർ പറഞ്ഞ പോലെ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ മാറിമറിയുകയും ചെയ്തു. ആശുപത്രി കിടക്കയിൽ വെച്ച് ആദ്യം കണ്ണുകൾ തുറന്ന ആ കൊച്ചു ബാലൻ ചോദിച്ചത് തനിക്കെന്താണ് സംഭവിച്ചത് എന്നല്ല, എൻ്റെ സഹോദരി സുരക്ഷിതയാണോ, അവളെ ഞാൻ രക്ഷിച്ചോ എന്നായിരുന്നു. കൊച്ചു സൂപ്പർ ഹീറോ എന്ന പേരിലാണ് US മാധ്യമങ്ങൾ ആന്ദ്രയെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആന്ദ്രയുടെ പിതാവ് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു ഈ സംഭവത്തിൽ പ്രതികരിച്ചത്. തൻ്റെ മകനിലൂടെ ദൈവം ഇടപെട്ടു എന്നായിരുന്നു പിതാവ് പറഞ്ഞത്. വാസ്തവത്തിൽ ഈ കൊച്ചു ബാലൻ യഥാർത്ഥ സഹോദര സ്നേഹത്തിന് വ്യക്തമായ ഒരു മാതൃക തന്നെയാണ്. തൻ്റെ സഹോദരി കേൾക്കേണ്ട മുറിവാണ് ആന്ദ്രേ സ്വയം ഏറ്റെടുത്തത്. സഹോദരങ്ങളെ സംരക്ഷിക്കാൻ സ്വജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായ ആന്ദ്രേ ലോക മനസ്സുകളിൽ ഇതിനോടകം തന്നെ ഇടം നേടിക്കഴിഞ്ഞു.